കർഷക കടാശ്വാസ നടപടികളുമായി സർക്കാർ കാർഷിക കടാശ്വാസ വായ്പാ പരിധി ഉയർത്താൻ മന്ത്രിസഭ തീരുമാനിച്ചു. വായ്പാ പരിധി 50,000-ൽ നിന്ന് 2 ലക്ഷമായി വർദ്ധിപ്പിച്ചു. 2014 മാർച്ച് 31 വരെയുള്ള വായ്പകൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിച്ചു. കർഷകരുടെ എല്ലാ വായ്പകൾക്കും മൊറട്ടോറിയം ബാധകമായിരിക്കും. എല്ലാ വിളകളുടെയും നഷ്ടപരിഹാര തുക ഇരട്ടിയാക്കാനും സർക്കാർ തീരുമാനമെടുത്തു. നവകേരള നിർമ്മാണത്തിനായി ലോകബാങ്കിൽ നിന്ന് 3500 കോടി വായ്പയെടുക്കാനും മന്ത്രിസഭ അനുമതി നൽകി. കേന്ദ്ര സർക്കാരിന്റെ കർഷക ദ്രോഹ നടപടിയിൽ നട്ടം തിരിയുന്ന കർഷകർക്ക് ആശ്വാസം പകരുന്ന തീരുമാനങ്ങളാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗം കൈക്കൊണ്ടത്. കാർഷിക കടാശ്വാസ പരിധി 1 ലക്ഷത്തിൽ നിന്നും 2 ലക്ഷം രൂപയായി ഉയർത്താൻ തീരുമാനിച്ചതിന് പുറമെ വായ്പകൾക്കുള്ള മൊറട്ടോറിയം ഡിസംബർ 31 വരെ നീട്ടാനും തീരുമാനിച്ചു. കാർഷികേതര വായ്പകൾക്കും ഇത് ബാധകമായിരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. നേരത്തെ പ്രഖ്യാപിച്ച മൊറട്ടോറിയം ഈ വർഷം ഡിസംബർ 31 വരെ ദീർഘിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് കാർഷിക വായ്പക്ക് മാത്രമല്ല, കർഷകർ എടുത്തിട്ടുള്ള എല്ലാ വായ്പകൾക്കും ബാധകമായിരിക്കും. ദീർഘകാല വിളകൾക്ക് പുതുതായി അനുവദിക്കുന്ന വായ്പയുടെ പലിശ 9% വരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 1 വർഷത്തേക്ക് നൽകും. കാർഷിക കടാശ്വാസ കമ്മീഷന്റെ പരിധിയിൽ വാണിജ്യ ബാങ്കുകളെ കൂടി ഉൾപ്പെടുത്തുന്നത് പരിശോധിക്കാൻ കൃഷി ആസൂത്രണ വകുപ്പുകളെ ചുമതലപ്പെടുത്തിയതായും മുഖ്യമന്ത്രി പറഞ്ഞു. കാർഷിക കടാശ്വാസ കമ്മീഷന്റെ പരിധിയിൽ വാണിജ്യ ബാങ്കുകൾ ഇപ്പോൾ പെടുന്നില്ല. അപ്പോൾ വാണിജ്യ ബാങ്കുകളെ കൂടി ഉൾപ്പെടുത്തേണ്ട കാര്യമുണ്ട്. അത് പരിശോധിക്കുന്നതിന് കൃഷി ആസൂത്രണ വകുപ്പുകളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പ്രകൃതിക്ഷോഭം മൂലമുള്ള വിളനഷ്ടങ്ങൾക്കുള്ള നഷ്ടപരിഹാരം കമുക്, കൊക്കോ, കാപ്പി, കുരുമുളക്, ജാതി, ഗ്രാമ്പു എന്നീ വിളകൾക്ക് ഇരട്ടിയാക്കി. ഏലം ഹെക്ടറിന് 18,000 രൂപയിൽ നിന്നും 25,000 രൂപയാക്കി ഉയർത്തി. പ്രളയകാലത്ത് പുറമ്പോക്കിൽ വീടും സ്ഥലവും നഷ്ടപ്പെട്ടവർക്ക് അതേ പ്രദേശത്ത് 2 മുതൽ 5 സെന്റ് വരെ ഭൂമി നൽകാനും വീട് വയ്ക്കാൻ 4 ലക്ഷം രൂപ നൽകാനും ഇന്നത്തെ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. സർക്കാർ ഭൂമി ലഭിക്കാത്ത സാഹചര്യത്തിൽ ഭൂമി വാങ്ങാൻ 6 ലക്ഷം രൂപയും വീട് വയ്ക്കാൻ 4 ലക്ഷം രൂപയും നൽകും. തിരുവനന്തപുരം മണക്കാട് വില്ലേജിൽ ബണ്ട് കോളനിയിലെ 75 കുടുംബങ്ങൾക്ക് പട്ടയം നൽകാനും ഇന്നത്തെ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ലെസ്ലി ജോൺ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മുന്നാക്കത്തിൽ പിന്നാക്കം നിൽക്കുന്നവരുടെ സംവരണ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കാൻ റിട്ടയർഡ് ജഡ്ജി ചെയർമാനായുള്ള കമ്മീഷനെ നിയമിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മുന്നാക്ക സമുദായത്തിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കുള്ള കമ്മീഷനെ പുനർസംഘടിപ്പിക്കാനും ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനമെടുത്തു. മുന്നാക്ക വിഭാഗത്തിൽ പാവപ്പെട്ടവർക്ക് സംവരണം ഉറപ്പുവരുത്തുന്ന തരത്തിൽ വ്യവസ്ഥകൾ ക്രമീകരിക്കാനുള്ള മാനദണ്ഡങ്ങൾ നിശ്ചയിക്കാൻ കമ്മീഷനെ നിയോഗിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. റിട്ടയർഡ് ജില്ലാ ജഡ്ജി കെ ശശിധരൻ നായരും തിരുവിതാംകൂർ റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ രാജഗോപാലൻ നായരുമായിരിക്കും കമ്മീഷൻ അംഗങ്ങൾ. 3 മാസമാണ് കമ്മീഷന്റെ കാലാവധി. മുന്നാക്ക സമുദായത്തിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കുള്ള കമ്മീഷൻ കാലാവധി അവസാനിച്ച സാഹചര്യത്തിൽ റിട്ടയർഡ് ജസ്റ്റിസ് MR ഹരിഹരൻ നായർ ചെയർമാനായുള്ള 3-അംഗ കമ്മീഷനെയും നിയമിക്കാൻ തീരുമാനിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ശുപാർശകൾ സമർപ്പിക്കുന്നതിന് റിട്ടയർഡ് ജില്ലാ ജഡ്ജി കെ ശശിധരൻ നായരെയും അഡ്വക്കേറ്റ് കെ രാജഗോപാലൻ നായരെയും കമ്മീഷനായി നിയോഗിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മുന്നോക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കുള്ള കമ്മീഷന്റെ കാലാവധി അവസാനിച്ചിരുന്നു. അത് പുനഃസംഘടിപ്പിക്കാനുള്ള തീരുമാനവും മന്ത്രിസഭാ യോഗം എടുക്കുകയുണ്ടായി. ഓഖി ദുരന്തബാധിതരായ മത്സ്യത്തൊഴിലാളികൾക്ക് 120 FRP ബോട്ടുകൾ വാങ്ങുന്നതിന് 7.94 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ ഓഖി ഫണ്ടിൽ നിന്നും നൽകാൻ തീരുമാനിച്ചു. ഒപ്പം 4 കോടി രൂപ അടങ്കൽ തുക വരുന്ന ആധുനിക സമുദ്ര ഭക്ഷ്യ സംസ്കരണ യൂണിറ്റും വിപണന ഔട്ട്ലെറ്റും ആരംഭിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. 1964 ഭൂപതിവ് ചട്ടപ്രകാരം ലഭിച്ച ഭൂമിയിൽ നടക്കുന്ന ഖനനത്തിന് സീനിയറേജ് ബാധകമാക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. 2017 സൃഷ്ടിച്ച 400 പോലീസ് ഡ്രൈവർ തസ്തികയിൽ 38 തസ്തികകൾ ഹെഡ് കോൺസ്റ്റബിൾ ഡ്രൈവർ തസ്തികയായും 19 തസ്തികകൾ ASI ഡ്രൈവർ തസ്തികയായും അപ്ഗ്രേഡ് ചെയ്യാനും ഇന്നത്തെ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നരേന്ദ്രമോദിയുടെ ഉദ്ഘാടന പരിപാടികൾ അവസാനിക്കാൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വൈകിപ്പിക്കുന്നുവെന്ന ആക്ഷേപം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഉദ്ഘാടന തിരക്കിലാണ് പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും. 8-ാം തീയതി വരെ മോദി ഉദ്ഘാടന തിരക്കിലാണ്. സർക്കാരിന്റെ ഉദ്ഘാടനങ്ങളും പ്രഖ്യാപനങ്ങളും അവസാനിച്ച് 9-ാം തീയതി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനാണ് സാധ്യത.
2014 മാർച്ച് 5-നാണ് കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടത്. ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വൈകിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉദ്ഘാടന പരിപാടികൾ അവസാനിക്കാൻ വേണ്ടിയാണെന്നാണ് ആക്ഷേപം. കേന്ദ്രമന്ത്രിസഭാ യോഗം വ്യാഴാഴ്ച നടക്കുന്നതും പ്രഖ്യാപനം വൈകിപ്പിക്കാൻ കാരണമാകുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടന പരിപാടികളുടെ തിരക്കിലാണ്. തമിഴ്നാട്, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച മോദിക്ക് ഗുജറാത്ത്, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലായി ഈ ആഴ്ച 59,000 കോടി രൂപയുടെ പദ്ധതികളുടെ ഉദ്ഘാടനങ്ങളുണ്ട്. 8-ന് മീററ്റ് റാപ്പിഡ് റെയിൽ ട്രാൻസിറ്റ് സിസ്റ്റമാണ് മോദി ഉദ്ഘാടനം ചെയ്യുന്ന അവസാന പദ്ധതി. ഈ പരിപാടിയും കഴിഞ്ഞ ശേഷമേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയുള്ളൂ. 7-ന് കേന്ദ്ര മന്ത്രിസഭാ യോഗവുമുണ്ട്. യോഗത്തിൽ 13 റോസ്റ്റർ വിഷയത്തിൽ തീരുമാനം പുനഃപരിശോധിച്ചേക്കും. മറ്റു പ്രഖ്യാപനങ്ങളും ഉണ്ടാകും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടാൽ നയപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനാകില്ല. അതിനാൽ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കാൻ സർക്കാരിന് സമയം നൽകാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമിക്കുന്നതെന്നാണ് മറ്റൊരു വിമർശനം. മോദിയുടെ ഉദ്ഘാടന പരിപാടികൾ അവസാനിക്കാനായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വൈകിക്കുന്നുവെന്നാരോപിച്ച് കോൺഗ്രസ് നേതാവ് അഹമ്മദ് പട്ടേൽ രംഗത്തെത്തി. ഇപ്പോൾ ജമ്മുകശ്മീർ സന്ദർശനത്തിലാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തിരികെ വന്നയുടൻ തെരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പുകൾ ചർച്ച ചെയ്യാൻ കമ്മീഷൻ യോഗം ചേരും. പിന്നാലെ പ്രഖ്യാപനവും നടത്തും. നിലവിലെ സാഹചര്യത്തിൽ മോദിയുടെ അവസാന ഉദ്ഘാടനവും കഴിഞ്ഞ് 9-നോ 9-ന് ശേഷമോ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാനാണ് സാധ്യത. ന്യൂസ് ബ്യൂറോ, ദില്ലി. സ്ഥാനാർത്ഥി അടുത്ത വർഷം SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾ ഒരുമിച്ച് നടത്താൻ തീരുമാനം. സ്കൂൾ പ്രവൃത്തി ദിനങ്ങൾ 203 ആക്കും. കലോത്സവം ഡിസംബർ 5 മുതൽ 8 വരെ കാസർഗോഡ് നടത്താനും തീരുമാനമായി. ഷീജ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഷീജ, മന്ത്രിസഭാ യോഗമാണോ തീരുമാനമെടുത്തത്? എങ്ങനെയാണ് ഇതിന്റെ സജ്ജീകരണങ്ങളും വിശദാംശങ്ങളും? അനന്ത്, മന്ത്രിസഭാ യോഗമല്ല, ഇന്ന് ചേർന്ന ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം QIP യോഗമാണ് ഇന്ന് സംസ്ഥാനത്ത് 2019-20 അധ്യയന വർഷത്തെ വിദ്യാഭ്യാസ കലണ്ടർ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ ആകെ 203 പ്രവൃത്തി ദിനങ്ങളായിരിക്കും ഉണ്ടാവുക. ഇതിൽ പ്രധാനപ്പെട്ട ഒരു തീരുമാനം, എല്ലാ പരീക്ഷകളും +2 വരെയുള്ള എല്ലാ പരീക്ഷകളും ഒരേ സമയത്ത് നടത്താനുള്ള ഒരു തീരുമാനവും QIP യോഗം എടുത്തിട്ടുണ്ട്. മാർച്ച് 16 മുതൽ 30 വരെയായിട്ടായിരിക്കും വാർഷിക പരീക്ഷ നടക്കുക. SSLC, ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ ഈ രീതിയിൽ +2 വരെയുള്ള എല്ലാ പരീക്ഷകളും ഈ ഒരേ സമയത്ത് തന്നെയായിരിക്കും നടത്തുക. ഇതിന് പുറമെയുള്ള തീരുമാനങ്ങൾ, കലോത്സവം, സംസ്ഥാന സ്കൂൾ കലോത്സവം ഡിസംബർ 5 മുതൽ 8 വരെയായി കാസർഗോഡ് വെച്ച് നടത്താനാണ് തീരുമാനം. സബ് ജില്ലാ കലോത്സവങ്ങൾ 2 ദിവസമായി നിജപ്പെടുത്തുന്നതായിരിക്കും. അതും 2 ദിവസമായി നിജപ്പെടുത്തുമ്പോൾ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയുമായിട്ടായിരിക്കും ഈ മത്സരങ്ങൾ എല്ലാം തന്നെ സംഘടിപ്പിക്കുക. കായികമേള ഒക്ടോബർ മാസത്തിലാകും നടത്തുക. ശാസ്ത്രമേള നവംബർ ആദ്യവാരം നടത്താനും തീരുമാനമായിട്ടുണ്ട്. ഏതായാലും പുതിയ അധ്യയന വർഷം 2019-20 പുതിയ അധ്യയന വർഷത്തിന് തുടക്കം കുറിക്കുക. ജൂൺ 3-ാം തീയതിയായിരിക്കും സ്കൂളുകൾ തുറക്കുക. ഈ രീതിയിലാണ് സംസ്ഥാനത്തെ 2019-20 വർഷത്തേക്കുള്ള വിദ്യാഭ്യാസ കലണ്ടറിന് QIP യോഗം അംഗീകാരം നൽകിയിരിക്കുന്നത്. ആനന്ദ്. ശരി ഷീജ, വ്യക്തമാണ് വിശദാംശങ്ങൾ. സ്ഥാനാർത്ഥി നിർണയത്തിനുള്ള CPIM നേതൃയോഗങ്ങൾ ആരംഭിച്ചു. ലോക്സഭാ സ്ഥാനാർത്ഥികളായി പരിഗണിക്കേണ്ടവരുടെ പട്ടിക യോഗം പരിശോധിക്കും. കേരള കോൺഗ്രസിലെ പ്രശ്നങ്ങൾ അവർ തന്നെ പരിഹരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. മാണി ജോസഫ് തർക്കത്തിൽ കോൺഗ്രസ് ഇടപെടില്ല. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും ചെന്നിത്തല കോഴിക്കോട് പ്രതികരിച്ചു. കേരള കോൺഗ്രസിനാണ് സീറ്റ്. കേരള കോൺഗ്രസ് ആണ് മുന്നണിയിൽ. അവരുടെ പാർട്ടിയിലെ കാര്യങ്ങൾ അവർ ചർച്ച ചെയ്ത് തീരുമാനിച്ചോളൂ. അതിനകത്ത് ഞങ്ങൾ ഇടപെടേണ്ട യാതൊരു കാര്യമില്ല. ഓരോ പാർട്ടിക്കകത്ത് ഉള്ള കാര്യങ്ങൾ അവരവരല്ലേ തീരുമാനിക്കുന്നത്, അത് ഞങ്ങളല്ല. അതൊന്നും ഞങ്ങൾ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഞാൻ തീരുമാനം ഇവിടെ പ്രഖ്യാപിച്ച പിന്നെ ചർച്ചയുണ്ടോ? കേരള കോൺഗ്രസുമായുള്ള കോൺഗ്രസ് നേതൃത്വത്തിന്റെ 3-ാം വട്ട ചർച്ച ഇന്ന് ആലുവയിൽ നടക്കും. 2 സീറ്റ് വിട്ടുകിടണമെന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് കേരള കോൺഗ്രസെങ്കിലും കോൺഗ്രസ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നില്ല. അതിനാൽ ഇന്നത്തെ ഉഭയകക്ഷി ചർച്ചയും വിജയം കണ്ടേക്കില്ല. അതേസമയം 2-ാം സീറ്റിനായി പാർട്ടിക്കുള്ളിലും UDF-ലും യുദ്ധം നടത്തുന്ന PJ ജോസഫ് കോൺഗ്രസ് തീരുമാനത്തിന് വഴങ്ങുമോ എന്നത് നേതാക്കളെ ആശങ്കപ്പെടുത്തുന്നു. അധിക സീറ്റ് നൽകാനാവില്ലെന്ന് കഴിഞ്ഞ 2 തവണ നടന്ന ഉഭയകക്ഷി ചർച്ചയിലും കോൺഗ്രസ് വ്യക്തമാക്കിയെങ്കിലും ആവശ്യത്തിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടതില്ലെന്നാണ് കേരള കോൺഗ്രസിന്റെ തീരുമാനം. നിലവിലുള്ള കോട്ടയം സീറ്റിനു പുറമെ ഇടുക്കിയോ ചാലക്കുടിയോ വേണമെന്നാണ് കേരള കോൺഗ്രസിന്റെ ആവശ്യം. എന്നാൽ സീറ്റ് വിട്ടു നൽകിക്കൊണ്ടുള്ള ഒത്തുതീർപ്പിന് കോൺഗ്രസും തയ്യാറാവില്ല. അതോടെ ഇന്നത്തെ ചർച്ചയും പരാജയപ്പെടുമെന്നും ഉറപ്പായിട്ടുണ്ട്. KM മാണി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെങ്കിലും PJ ജോസഫ് വഴങ്ങാത്തതാണ് UDF-നും കേരള കോൺഗ്രസിനും തലവേദന സൃഷ്ടിക്കുന്നത്. എന്നാൽ ഇന്നത്തേത് അന്തിമ ചർച്ചയാണെന്നും 2 സീറ്റിനെ കുറിച്ച് ഇനി ചിന്തിക്കേണ്ടെന്നും കോൺഗ്രസ് ഉറപ്പിച്ചു വ്യക്തമാക്കിയാൽ അത് അംഗീകരിക്കുകയേ പാർട്ടിക്ക് വഴിയുള്ളൂ.
അങ്ങനെയെങ്കിൽ ആ ഒരു സീറ്റ് തനിക്ക് വേണമെന്നാണ് PJ ജോസഫിന്റെ ആവശ്യം. എന്നാൽ PJ ജോസഫിന്റെ പിടിവാശിക്ക് വഴങ്ങേണ്ടെന്നാണ് മാണി വിഭാഗത്തിന്റെ നിലപാട്. പാർട്ടി പിളർന്നാലും ശരി PJ ജോസഫിന് മുന്നിൽ അടിയറവ് പറയേണ്ടെന്നും മാണി വിഭാഗം തീരുമാനിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഇന്നത്തെ ചർച്ച UDFനും പ്രത്യേകിച്ച് കേരള കോൺഗ്രസിനും ഏറെ നിർണായകമാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കൊല്ലത്ത് RSS പ്രവർത്തകർ വീട്ടമ്മയെ ആക്രമിച്ച് വസ്ത്രം വലിച്ചുകീറി. തടയാൻ ശ്രമിച്ച ഭർത്താവിനെയും മക്കളെയും മാരകായുധങ്ങൾ കൊണ്ട് ആക്രമിച്ചു. കൊല്ലം മനയിൽകുളങ്ങരയിൽ ഇന്നലെ രാത്രി 10:30ഓടെയാണ് സംഭവം. രഞ്ജുവിന്റെ വീട്ടിലെ വേലി വണ്ടി കൊണ്ടിടിച്ച് പൊളിച്ചതിനെ ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് 9 പേർ ഉൾപ്പെട്ട RSS പ്രവർത്തകർ വീട് കയറി ആക്രമിച്ചത്. തടയാൻ ശ്രമിച്ച ശ്രീദേവിയെ ചവിട്ടി വീഴ്ത്തുകയും ഉടുവസ്ത്രം വലിച്ചു കീറുകയും ചെയ്തു. രണ്ടുപേരും, ഒരാൾ ബാക്കിൽ ഒരാൾ ഫ്രണ്ടിൽ. അവർ RSS ചേട്ടനും അനിയനും എൻ്റെ വീട്ടിൽ 9 പേര്, പെണ്ണുങ്ങൾ ഉൾപ്പെടെ. പെണ്ണുങ്ങളും പെങ്ങന്മാരും ഉണ്ട്, ആണുങ്ങൾ മാത്രമല്ല. പട്ടിയിൽ കൊണ്ടുള്ള ആക്രമണത്തിൽ CPM പ്രവർത്തകനായ രഞ്ജുവിന് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. മദ്യലഹരിയിലാണ് ആക്രമണം നടന്നതെന്ന് രഞ്ജു പറഞ്ഞു. ഇന്നലെ രാത്രി ഒരു 10 മണിയായപ്പോഴത്തേക്ക് കൊണ്ടുവന്ന് ഇടിച്ചിട്ട്, എന്തിനാ വേലി ഇടിച്ചെന്ന് ചോദിച്ചപ്പോൾ ഇവൻ കൊണ്ടുവന്ന് ഭയങ്കരമായിട്ട് ഇടിച്ചിട്ട് നേരെ അങ്ങോട്ട് പോയിട്ട് വീണ്ടും തിരികെ കൊണ്ടുവന്ന് ഒറ്റ ഇടിച്ചിട്ട് വീട്ടിനകത്തോട്ട് ഇവർ കയറി വന്ന് ഞങ്ങളങ്ങ് അടിക്കുകയായിരുന്നു. എന്നെ പട്ടിയിൽ കഷ്ണം കൊണ്ടുവന്ന് തലയ്ക്ക് അടിച്ച് 2 പേരെ എന്നെ അടിച്ചത്. ഈ സുദർശൻ എന്ന് പറയുന്നതും ശ്രീധരൻ എന്ന് പറയുന്നതും ആളും അങ്ങടെയാണ് മാറി അടിച്ചത്. രക്ഷിതാക്കളെ ആക്രമിക്കുന്നത് തടയാൻ ശ്രമിച്ച മക്കൾ രഞ്ജിത്ത്, റെജിൻ എന്നിവരെയും RSS പ്രവർത്തകർ ആക്രമിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കൊച്ചി ബ്യൂട്ടി പാർലർ വെടിവെപ്പ് കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. 200ഓളം പേജുള്ള കുറ്റപത്രമാണ് സമർപ്പിച്ചത്. രവി പൂജാരി മുഖ്യപ്രതിയായ കേസിൽ ആദ്യഘട്ട കുറ്റപത്രമാണ് എറണാകുളം ACJM കോടതിയിൽ ക്രൈംബ്രാഞ്ച് സമർപ്പിച്ചത്. ഭീഷണിപ്പെടുത്തി പണം തട്ടാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിരുന്നു വെടിവെപ്പെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. ബൈക്കിലെത്തി വെടിയുതിർത്ത യുവാക്കളെയും കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്. തുടർച്ചയായ 6ാം ദിവസവും രാജ്യത്ത് പെട്രോൾ, ഡീസൽ വില വർദ്ധിക്കുന്നു. ഇന്നും പെട്രോൾ ലിറ്ററിന് 7 പൈസയും ഡീസൽ 10 പൈസയും വർദ്ധിച്ചു. മുംബൈയിൽ പെട്രോൾ വില 78 രൂപയായി. ഡീസൽ വിലയും 70 കടന്നു. കുറച്ചു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ധനവില അനുദിനം രാജ്യത്ത് വർദ്ധിച്ചു തുടങ്ങിയിരിക്കുന്നു. രാജ്യ തലസ്ഥാനമായ ദില്ലിയിൽ പെട്രോൾ വില ലിറ്ററിന് 72 രൂപ 24 പൈസയായി. ഇന്നലെ 72 രൂപ 17 പൈസ. കൽക്കത്തയിൽ 72 രൂപ 26 പൈസയുണ്ടെന്ന പെട്രോൾ 7 പൈസയിലേറെ വർദ്ധിച്ച് 74 രൂപ 33 പൈസയിലെത്തി. ഉയർന്ന സംസ്ഥാന നികുതിയുള്ള മുംബൈയിൽ പെട്രോൾ ലിറ്ററിന് 77 രൂപ 87 പൈസയായി. ഡീസൽ വിലയും മഹാരാഷ്ട്രയിൽ 70 കടന്നു. 6 ദിവസം മുമ്പാണ് ഇന്ധനവില വർദ്ധിച്ചു തുടങ്ങിയത്. കേരളത്തിലും പെട്രോൾ, ഡീസൽ വില കുതിച്ചു കയറുന്നു. തിരുവനന്തപുരത്ത് 75 രൂപ 55 പൈസയാണ് ഇന്നത്തെ പെട്രോൾ വില. ഡീസലിനാകട്ടെ 72 രൂപ 70 പൈസയും. കൊച്ചിയിൽ പെട്രോൾ 74 രൂപ 24 പൈസയും ഡീസൽ 71 രൂപ 32 പൈസയിലുമെത്തി. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ഉയരുന്നതാണ് ഇന്ധനവില വർദ്ധിക്കാൻ കാരണമാകുന്നതെന്ന പതിവ് മറുപടിയാണ് പൊതുമേഖലാ എണ്ണക്കമ്പനി വൃത്തങ്ങൾ നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഇന്ത്യയുമായുള്ള വ്യാപാര സൗഹൃദം ഉപേക്ഷിക്കുമെന്ന് അമേരിക്ക. ഇന്ത്യൻ വിപണിയിൽ വേണ്ടത്ര അവസരം ലഭിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അമേരിക്കയുടെ നീക്കം. $5.6 ബില്യൺ മൂല്യം വരുന്ന ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിക്ക് നികുതി ഈടാക്കേണ്ടതില്ലെന്ന നയം ഉപേക്ഷിക്കാനാണ് അമേരിക്ക ഒരുങ്ങുന്നത്. ഇന്ത്യക്കൊപ്പം തുർക്കിയുമായുള്ള വ്യാപാര സൗഹൃദവും അമേരിക്ക ഉപേക്ഷിക്കും. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താൽപര്യപ്രകാരമാണ് തീരുമാനമെന്നാണ് സൂചന. കഴിഞ്ഞ ജൂണിൽ 30-ലധികം അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ അധിക നികുതി ചുമത്തിയത് അമേരിക്കയെ ചൊടിപ്പിച്ചിരുന്നു. സമുദ്ര അതിർത്തികളിലൂടെ രാജ്യത്ത് ആക്രമണം നടത്താനും തീവ്രവാദികൾ പരിശീലിക്കുന്നതായി നേവി ചീഫ് സുനിൽ ലാംബെ. കശ്മീരിലുണ്ടായ പ്രശ്നങ്ങൾ അതീവ ഗൗരവത്തോടെയാണ് സൈന്യം കാണുന്നതെന്നും നേവി തലവൻ പ്രതികരിച്ചു. കശ്മീരിലെ ട്രാലിൽ സൈന്യവും തീവ്രവാദികളും ഏറ്റുമുട്ടി 2 തീവ്രവാദികളെ കൊലപ്പെടുത്തി. അതേസമയം വ്യോമാക്രമണത്തെ തുടർന്ന് ജയ്ഷെ മുഹമ്മദിന്റെ ബലാക്കോട്ടിലെ മദ്രസയിൽ നിന്ന് ആളുകളെ മാറ്റിയതായി പ്രദേശവാസികൾ പറഞ്ഞതായി ഒരു ഇംഗ്ലീഷ് ദിനപത്രം റിപ്പോർട്ട് ചെയ്യുന്നു. കരമാർഗവും വ്യോമമാർഗവും ഇന്ത്യൻ അതിർത്തികളിലേക്കുള്ള തീവ്രവാദികളുടെയും പാക് സൈന്യത്തിന്റെയും പ്രകോപനം തുടരുന്നതിനിടയിലാണ് സമുദ്രമേഖലയിലൂടെയും പ്രശ്നം സൃഷ്ടിക്കാൻ ശ്രമം നടക്കുന്നതായി നേവി തലവൻ വ്യക്തമാക്കുന്നത്. ഇന്ത്യ പസഫിക് സമുദ്രമേഖലയിൽ ചില രാജ്യങ്ങളുടെ സഹായത്തോടെയുള്ള തീവ്രവാദാക്രമങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്. പല രീതിയിൽ അക്രമം നടത്താനുള്ള പരിശീലനം തീവ്രവാദികൾക്ക് ലഭിക്കുന്നതായി
വിവരം ലഭിച്ചിട്ടുണ്ടെന്നും സുനിൽ ലാംബെ പറഞ്ഞു. ഗൗരവത്തോടെയാണ് സൈന്യം ഇതിനെ കാണുന്നത്. അതേസമയം ഇന്ത്യ നടത്തിയ വ്യോമാക്രമണം സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ ബലാക്കോട്ടിൽ നിന്ന് ലഭിച്ചതായി ഒരു ഇംഗ്ലീഷ് ദിനപത്രം റിപ്പോർട്ട് ചെയ്യുന്നു. ജെയ്ഷെ മുഹമ്മദിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന മദ്രസയിലെ താമസക്കാരെ വ്യോമാക്രമണ സമയത്ത് പാക് സൈന്യം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയെന്ന് താമസക്കാരിൽ ഒരാളുടെ ബന്ധു പറഞ്ഞെന്നാണ് റിപ്പോർട്ട്. അതേസമയം അതിർത്തിയിൽ തീവ്രവാദികളും പാക് പട്ടാളവും പ്രകോപനം തുടരുന്നു. ട്രാലിൽ തീവ്രവാദികളും സൈന്യവും നടത്തിയ ആക്രമണത്തിൽ 2 തീവ്രവാദികളെ സൈന്യം കൊലപ്പെടുത്തി. ഒരു പ്രദേശവാസിക്കും പരിക്കുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. കശ്മീർ വിഷയത്തിൽ പ്രശ്നപരിഹാരത്തിന് ചർച്ചയല്ലാതെ മറ്റൊരു മാർഗമില്ലെന്ന് സാമൂഹ്യ പ്രവർത്തക ഷബ്നം ഹാഷ്മി. ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ഉടലെടുത്ത യുദ്ധസമാന സാഹചര്യം ചർച്ചകളിലൂടെ പരിഹരിക്കണമെന്നും ഷബ്നം ഹാഷ്മി അഭിപ്രായപ്പെട്ടു. സിറ്റിസൺസ് എഗെയിൻസ്റ്റ് വാർ എന്ന പേരിൽ രാജ്യ തലസ്ഥാനത്ത് സംഘടിപ്പിച്ച മനുഷ്യച്ചങ്ങലയിൽ സംസാരിക്കുകയായിരുന്നു ഷബ്നം ഹാഷ്മി. ഇന്ത്യ പാക് സംഘർഷങ്ങൾക്ക് പരിഹാരം കാണാൻ യുദ്ധമല്ല വേണ്ടതെന്ന് ചൂണ്ടിക്കാട്ടുകയാണ് സിറ്റിസൺസ് എഗെയിൻസ്റ്റ് വാർ എന്ന മനുഷ്യ കൂട്ടായ്മ. കാശ്മീർ വിഷയം ചർച്ചയിലൂടെ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ദില്ലിയിലെ ജന്തർ മന്ദറിൽ സിറ്റിസൺസ് എഗെയിൻസ്റ്റ് വാർ മനുഷ്യച്ചങ്ങല തീർത്തു. സാമൂഹ്യ പ്രവർത്തക ഷബ്ന ഹാഷ്മി, ദില്ലി സർവകലാശാല മുൻ പ്രൊഫസർ വിജയ് സിംഗ്, വിവിധ സർവകലാശാല അധ്യാപകർ, വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ മനുഷ്യച്ചങ്ങലയിൽ അണിനിരന്നു. People came out, artists, intellectuals, students, activists, saying that there is a need for de-escalation. We do not want war. We want peace. We want things to be solved through negotiations, because war gives only destruction. War does not give anything else. And that is why we are here today. And we hope that our voices will be heard. Election is coming. It is round the corner. And I am sure the people of this country will give a befitting reply to those who are creating an atmosphere of hate and warmongering. പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം രാജ്യത്ത് കശ്മീരി വിദ്യാർത്ഥികൾക്കും തൊഴിലാളികൾക്കും എതിരായുണ്ടായ ആക്രമണങ്ങളിൽ ഒരു വാക്കുപോലും പറയാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തയ്യാറായില്ലെന്ന് മനുഷ്യച്ചങ്ങലിൽ പങ്കെടുത്തവർ പ്രതികരിച്ചു. ബലാക്കോട്ട് വ്യോമാക്രമണവും ശേഷമുണ്ടായ സംഭവവികാസങ്ങളും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സൃഷ്ടിച്ചത് യുദ്ധസമാനമായ സാഹചര്യമാണ്. രാജ്യത്ത് യുദ്ധമുണ്ടായാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുകൾ കൂടി എല്ലാവരും ആലോചിക്കേണ്ടതുണ്ടെന്നും പ്രവർത്തകർ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, ദില്ലി. കോഴിക്കോട് ജില്ലയിൽ ഉഷ്ണതരംഗം തുടരുന്ന സാഹചര്യത്തിൽ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ അടിയന്തര യോഗം ചേർന്നു. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ബന്ധപ്പെട്ടവർ യോഗത്തിൽ പങ്കെടുത്തു. പി.വി. കുട്ടൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. കുട്ടൻ, കോഴിക്കോട് എന്താണ് ഇപ്പോൾ കാലാവസ്ഥയുടെ ഒരു പൊതുവിലെ അവസ്ഥ? യോഗം കൈക്കൊണ്ട തീരുമാനങ്ങൾ എന്തൊക്കെയാണ്? ചൂട് അസഹനീയമാം വിധം ഉയർന്ന സാഹചര്യത്തിലാണ് കോഴിക്കോട് ജില്ലാ കളക്ടർ നേതൃത്വത്തിൽ പ്രത്യേക യോഗം വിളിച്ചു ചേർത്തത്. ഉഷ്ണതരംഗ സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ യോഗം. വരുന്ന 2 ദിവസങ്ങളിൽ ഇത്തരത്തിൽ ഉഷ്ണതരംഗം ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ജില്ലയിലെ ആരോഗ്യവകുപ്പ്, ഇറിഗേഷൻ, റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഇത് യോഗത്തിനകത്ത് ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അല്പസമയത്തിന് തന്നെ യോഗം അവസാനിക്കും. അതിനുശേഷം മുൻകരുതൽ നടപടികൾ ഉൾപ്പെടെ ഉദ്യോഗസ്ഥരും ജില്ലാ കളക്ടറും മാധ്യമങ്ങളെ അറിയിക്കും. അതുപോലെ തന്നെ ജോലി സമയത്തിൽ കൃത്യമായ മാറ്റങ്ങൾ വരുത്തിയിട്ടും ഉത്തരവിറക്കിയിട്ടുണ്ട്. കോഴിക്കോട് കോർപ്പറേഷനിലെ ക്ലീനിംഗ് ജോലിക്കാർക്കും മറ്റും ജീവനക്കാർക്കും ഈ വെയിലത്ത് പണിയെടുക്കുന്നവർക്കും ജോലി സമയം ക്രമീകരിച്ചു. ഇത് ഈ ഒരാഴ്ചക്കാലം 12 മണി വരെ ആണ് ഇവരുടെ ജോലി സമയം നിശ്ചയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ചുമട്ടുതൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ, പുറത്ത് പണിയെടുക്കുന്നവർ ഈ 11 മണി മുതൽ 3 മണി വരെ ജോലി ചെയ്യരുതെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ശരി, പി.വി. കുട്ടൻ, വ്യക്തമാണ് വിശദാംശങ്ങൾ. ഒരിടവേള. തിരുവനന്തപുരം വിമാനത്താവളം അദാനിക്ക് നൽകാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. വിമാനത്താവളം വിറ്റ പണം കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് BJP ശ്രമിക്കുന്നതെന്ന് VS അഭിപ്രായപ്പെട്ടു. സുപ്രീം കോടതി വരെ കേസ് നടത്തിയിട്ടാണെങ്കിലും വിമാനത്താവളം സ്വകാര്യവൽക്കരിക്കാൻ അനുവദിക്കില്ലെന്ന് ആക്ഷൻ കൗൺസിൽ ചെയർമാൻ M. വിജയകുമാർ പറഞ്ഞു. DYFI സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും. തിരുവനന്തപുരം വിമാനത്താവളം അദാനിക്ക് തീരെഴുതി കൊടുക്കാനുള്ള കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ അനുദിനം പ്രതിഷേധം ശക്തമാകുകയാണ്. LDFന് പിന്നാലെ DYFIയും പ്രതിഷേധവുമായി രംഗത്തെത്തി. പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ ചേർന്ന പ്രതിഷേധ സമരം VS അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. അത്ര എളുപ്പം BJPക്ക് വിമാനത്താവളം വിൽക്കാനാവില്ലെന്ന് VS പറഞ്ഞു. BJPയുടെ ലക്ഷ്യം ഇന്ത്യയെ വിൽക്കുക എന്നതാണ്. വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് തിരഞ്ഞെടുപ്പിനെ നേരിടുക എന്നതാണ്. അഴിമതിയുടെ പടുകുഴിയിലാണ്
കേന്ദ്ര സർക്കാർ. സുപ്രീം കോടതി വരെ കേസ് നടത്തിയിട്ടാണെങ്കിലും തിരുവനന്തപുരം വിമാനത്താവളം അദാനിക്ക് നൽകാൻ അനുവദിക്കില്ലെന്ന് വിമാനത്താവള സ്വകാര്യവൽക്കരണ വിരുദ്ധ ആക്ഷൻ സമിതി ചെയർമാനും CPIM നേതാവുമായ M. വിജയകുമാർ പറഞ്ഞു. വിമാനത്താവള സ്വകാര്യവൽക്കരണത്തിന് പിന്നിൽ ശശി തരൂർ ഉണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. ഇവിടുത്തെ പാർലമെന്റ് അംഗം ഡോക്ടർ ശശി തരൂർ, അദ്ദേഹത്തെ കൂടി ഞങ്ങൾ ഉൾപ്പെടുത്തിയാണ് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചത്. ഞാനതിന്റെ ചെയർമാനാണ്, അദ്ദേഹം അതിന്റെ രക്ഷാധികാരിയാണ്. രൂപീകരിച്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു, എൻ്റെ അനുവാദമില്ലാതെ എന്നെ രക്ഷാധികാരിയാക്കിയെന്ന്. മനസ്സിലായല്ലോ അദ്ദേഹത്തിന്റെ ദരിദ്രം. അടുത്ത ദിവസം വീണ്ടും അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടു, വിൽപ്പനയ്ക്ക് ഞാൻ എതിരല്ല. അതാണ് ഡോക്ടർ ശശി തരൂർ. എതിരല്ല എന്ന് പറഞ്ഞാൽ പോരാ, ഈ വിൽപ്പനയുടെ യഥാർത്ഥത്തിലുള്ള ഇടനിലക്കാരനാണ് നമ്മുടെ MP എന്ന് പറയുന്നതിൽ നമുക്ക് ദുഃഖമുണ്ട്, അപമാനമാണ് കേരളത്തിന്. DYFI സംസ്ഥാന വൈസ് പ്രസിഡന്റ് KU ജനീഷ് കുമാർ, DYFI ജില്ലാ ഭാരവാഹികളായ KP പ്രമോഷ്, V. വിനീത്, ഷിജു ഖാൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാനത്ത് അന്തരീക്ഷ താപനില ഉയരുന്നതിനാൽ സൂര്യതാപ സാധ്യതാ മുന്നറിയിപ്പും സുരക്ഷാ മുന്നറിയിപ്പും ആവർത്തിച്ച് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ഉഷ്ണതരംഗ സാധ്യത സംബന്ധിച്ച മുന്നറിയിപ്പ് ഇന്നു കൂടിയേ ഉള്ളൂവെങ്കിലും തുടർ ദിവസങ്ങളിലും ജാഗ്രത സ്വീകരിക്കാനാണ് തീരുമാനം. രാവിലെ 11 മുതൽ വൈകിട്ട് 3 വരെ നേരിട്ട് സൂര്യതാപം ഏൽക്കുന്ന പണികൾ ചെയ്യിപ്പിക്കുന്ന കമ്പനികൾക്കും ഉടമകൾക്കുമെതിരെ നടപടി സ്വീകരിക്കും. സ്കൂളുകളിൽ അസംബ്ലികൾ ഒഴിവാക്കുന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നറിയാനായി മിന്നൽ പരിശോധനകൾ നടത്താൻ വിദ്യാഭ്യാസ വകുപ്പും തീരുമാനിച്ചിട്ടുണ്ട്. പൊതുജനങ്ങൾ പകൽ 11 മുതൽ 3 വരെയെങ്കിലും നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കുക, നീർജലീകരണം തടയാൻ കുടിവെള്ളം എപ്പോഴും ഒരു ചെറിയ കുപ്പിയിൽ കയ്യിൽ കരുതുക, രോഗങ്ങളുള്ളവർ 11 മുതൽ 3 വരെയെങ്കിലും സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കുക, പരമാവധി ശുദ്ധജലം കുടിക്കുക, അയഞ്ഞ ലൈറ്റ് കളർ പരുത്തി വസ്ത്രങ്ങൾ ധരിക്കുക. വിദ്യാർത്ഥികളുടെ പരീക്ഷാകാലമായതിനാൽ സ്കൂൾ അധികൃതരും രക്ഷിതാക്കളും പ്രത്യേക ശ്രദ്ധ പുലർത്തുക. ദുരന്ത നിവാരണ അതോറിറ്റിയും ആരോഗ്യവകുപ്പും തൊഴിൽ വകുപ്പും നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുക. വേനൽക്കാലത്ത് താപനില ക്രമാതീതമായി ഉയരുന്നതിനാൽ തൊഴിലാളികൾക്ക് സൂര്യാഘാതം ഏൽക്കാനുള്ള സാധ്യത മുൻനിർത്തി സൂര്യപ്രകാശം നേരിട്ടേൽക്കേണ്ടി വരുന്ന തരം തൊഴിലാളികളുടെ സമയം പുനഃക്രമീകരിച്ച് ലേബർ കമ്മീഷണറും ഉത്തരവിറക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്. പാലക്കാട് പട്ടാമ്പി ഞാങ്ങാട്ടിരി K. പത്മനാഭൻ മാസ്റ്റർ നിര്യാതനായി. 82 വയസ്സായിരുന്നു. വട്ടുള്ളി LP സ്കൂളിലെ പ്രധാന അധ്യാപകനായിരുന്നു. മട്ടായിലെ വീട്ടുവളപ്പിൽ സംസ്കാരം നടന്നു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് റിട്ടയർഡ് സ്റ്റെനോഗ്രാഫർ ദേവയാനിയാണ് ഭാര്യ. കൈരളി TV സീനിയർ ന്യൂസ് എഡിറ്റർ K. രാജേന്ദ്രൻ മകനാണ്. ഗീത K. രവീന്ദ്രൻ തുടങ്ങിയവരാണ് മറ്റു മക്കൾ. എത്നിക് ഫാഷൻ രംഗത്തെ കൊച്ചിയിലെ പ്രമുഖ വിൽപ്പന കേന്ദ്രമായ ബൈഹാൻഡിന്റെ സേവനം ഇനി ഓൺലൈനിലും ലഭ്യമാകും. ബൈഹാൻഡ് ഷോറൂമുകളിലെ മുഴുവൻ ഉൽപ്പന്നങ്ങളും ബൈഹാൻഡിന്റെ വെബ്സൈറ്റ് വഴി ഓൺലൈനായി ഉപഭോക്താക്കൾക്ക് വാങ്ങാം. ചലച്ചിത്ര താരം ആശ അരവിന്ദ് വെബ്സൈറ്റിന്റെ പ്രകാശനം നിർവഹിച്ചു. എത്നിക് വസ്ത്രങ്ങൾ, ഹോം ഡെക്കോർ, കരകൗശല ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വേറിട്ട ശേഖരമാണ് ബൈഹാൻഡിൽ ഒരുക്കിയിട്ടുള്ളത്. വെബ്സൈറ്റ് ലോഞ്ചിന്റെ ഭാഗമായി ഫാഷൻ ഷോയും സംഘടിപ്പിച്ചു.